നമസ്കാരം സുഹൃത്തുക്കളെ, ഹോണസ്റ്റി അക്കാഡമിയുടെ അന്താരാഷ്ട്ര കാര്യങ്ങളിലെ ഒരു കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഒന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് താങ്ങാവുന്നതിന് അപ്പുറമാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികസനത്തിൻ്റെ പാതയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് 8.2 കൂടുതലാണ്, 8.2 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. ഇപ്പോൾ ഈ വർഷം അല്പം കുറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയുള്ള അന്തഃസംഘർഷങ്ങളുടെയൊക്കെ ഒരു ആകെ ഫലമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണോ, അതോ ഇന്ത്യ അതിനകത്തേക്ക് ചെന്നെത്തപ്പെട്ടതാണോ എന്നാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘർഷം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വളരെ വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വൻതോതിൽ വികസിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കാനും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനും കഴിവുള്ള രാജ്യമായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം നമ്മൾ നിർമ്മിച്ചു. തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന് പക്ഷേ അതിൻ്റെ എൻജിൻ നൽകുന്നത് അമേരിക്കയാണ്, ജിയുടെ എൻജിനാണ്. പക്ഷേ ജനറൽ ഇലക്ട്രിക്കിൻ്റെ എൻജിനാണ്. പക്ഷേ നമുക്കത് കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം, അങ്ങനെ ഒന്ന് താമസിപ്പിക്കുന്നതിൻ്റെയൊക്കെ കാര്യം, ഇതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരി കളികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഇന്ത്യ സ്വന്തമായിട്ടുള്ള യുദ്ധവിമാനത്തിൻ്റെ എൻജിൻ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കി ഇന്ത്യയും സ്വയം പര്യാപ്തം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ISROയ്ക്ക് ഇതേ പ്രശ്നങ്ങൾ തന്നെ മുമ്പ് നേരിട്ടിട്ടുള്ളതാണ്. ഈ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ ഇന്ത്യയെ എഞ്ചിൻ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രത്തിലോ വളരെയധികം സഹായിച്ചിട്ടൊന്നുമില്ല. ഇന്ത്യ കുറച്ച് റഷ്യയുടെ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അതിൽ പരീക്ഷണങ്ങൾ നടത്തിയും നമുക്ക് ലഭിച്ചിരിക്കുന്ന മിഷനറികൾ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചു പഠിച്ചും അങ്ങനെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മളുടെ പല ശാസ്ത്രങ്ങളും എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വാഹന കമ്പനികളും 2 വീലറും 4 വീലറുമായിട്ടുള്ള വാഹനങ്ങൾ, വില കുറഞ്ഞ വാഹനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ അവഗണിക്കാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹീന്ദ്ര, ടാറ്റ ഒക്കെ തന്നെ പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിൽ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങളിലൊക്കെ കയറ്റുമതി ചെയ്യുന്ന നമ്മളുടെ കൊറിയൻ കമ്പനികളുടെ, ജപ്പാൻ കമ്പനികളുടെയൊക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ലോകമാസകലം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്ന കാലത്ത് ഇന്ത്യയെ തളയ്ക്കേണ്ടത് പലരുടെയും ഒരു ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ വളർച്ചാ തോത് ഒന്ന് കുറയ്ക്കണം. ഈ വളർച്ചാ തോത് കുറയ്ക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാകണം, അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളോട് സംഘർഷം നിലനിൽക്കണം. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും, നമ്മളുടെ പണം അങ്ങോട്ട് പോകും. ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ ഒത്തിരി പാകിസ്ഥാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളും അതേ കണക്ക് തന്നെ നിർമ്മിക്കാനായിട്ട് നിർബന്ധിതമാകും. ഇപ്പം ചൈന, കഴിഞ്ഞ ദിവസം അതിനകത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ പാകിസ്ഥാൻ നേവി ഏതാണ്ട് 62ഓളം വരുന്ന കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അന്തർവാഹിനികൾ നിർമ്മിച്ചു. ഇതൊന്നും പാകിസ്ഥാൻ്റെ പണമല്ല, ഇതെല്ലാം ചൈന നിർമ്മിക്കുന്നതാണ്. പാകിസ്ഥാൻ്റെ പേരിട്ടുകൊണ്ട് നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുപാടും നിരത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇത് മുഴുവൻ. അങ്ങനെ
നിരവധി ട്രാപ്പുകൾക്കിടയിലാണ് ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്ന മറ്റൊരു ട്രാപ്പാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് കാര്യങ്ങൾ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതിലെ ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഉണ്ടാക്കിയതാണ് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ട് ഒരു പാവ സർക്കാരിനെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ പ്രസിദ്ധനായ നോബൽ പ്രൈസ് നേടിയ ഒരു വ്യക്തിയെ ഇപ്പം നിയമിച്ചിരിക്കുകയാണ്. കാര്യം ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം യാതൊരു വിധത്തിലും പ്രതികരിക്കുന്നില്ല, മറ്റൊരു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റ് ചിലരെ അഴിഞ്ഞാടാനായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്താണ് ആ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബൈഡൻ്റെ അല്ലെങ്കിൽ ബൈഡൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കുകളുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം ആഗോള തലത്തിൽ ഒത്തിരിയധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളുടെയും സാമ്പത്തിക ബാലൻസ് തകർക്കുക, അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും ഇന്റേണൽ കാര്യങ്ങൾ ഇടപെടുക, പല രാജ്യങ്ങളുടെയും വളർച്ചയെ തടയിടുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ വളർച്ചയുടെ പാതയെ തീർച്ചയായിട്ടും തടയിടേണ്ടത് അവരുടെയൊക്കെ ഒരു ആവശ്യമായിട്ട് തീർന്നിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. ശരിക്കും നമുക്കറിയാം, ഈ ചൈനയെ വളർത്തിയത് തന്നെ ഈ ഡെമോക്രാറ്റിക്കുകളും ഈ ഡീപ് സ്റ്റേറ്റും കൂടെ ചേർന്നുകൊണ്ടാണ്. ഈ ചൈനയ്ക്ക് ഇത്രയും അധികമായിട്ടുള്ള വളർച്ചയെല്ലാം ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 1970 കാലഘട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷമായിട്ടുള്ള നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഡെവലപ്മെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു പാതയിലോട്ട് നമ്മൾ എത്തിയിട്ട് പോലും. പക്ഷേ ഇത് ഒരു 10-25 വർഷം മുമ്പ് ചൈന സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് അമേരിക്കയിലുള്ള കമ്പനികളെല്ലാം തന്നെ ചൈനയിൽ കൊണ്ടുവന്ന് കുറഞ്ഞ വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാനായിട്ട് തൊഴിലാളികളെ കിട്ടുന്നതുകൊണ്ട് അവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനമെല്ലാം ആരംഭിച്ചത് ഒരു 10-25 വർഷം മുമ്പാണ് തുടങ്ങിയത്. അതിൻ്റെ വളർച്ചയാണ് ഇപ്പോൾ ചൈനയിൽ കാണുന്നത്. നമുക്ക് കുറച്ച് കാലമായിട്ടുള്ളൂ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഇൻഫ്രാസ്ട്രക്ചർ പോലും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റോഡുകളുടെ എല്ലാം പണി നടക്കുന്നതേ ഉള്ളൂ. നമ്മളൊന്നും ഒരു പാതയിലാകുന്നേ ഉള്ളൂ. ഇപ്പം ചൈന, പക്ഷേ അമേരിക്ക വിചാരിച്ച പോലെ ആയില്ല കാര്യങ്ങൾ. ചൈന എന്ന് പറയുന്നത് ചൈന ആഗോള തലത്തിലുള്ള പല ബ്രാൻഡുകൾക്കും അവരുടേതായിട്ടുള്ള സെൽഫ് ബ്രാൻഡുകൾ ഉണ്ടാക്കി അമേരിക്കയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവർ വളർന്നു. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ജപ്പാൻ്റെയും സൗത്ത് കൊറിയയുടെയൊക്കെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ആ ഒരു കാലത്ത് ഇന്ത്യ സ്വന്തമായിട്ട് കുറേ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അതേപോലെ ഇന്ത്യ ഇപ്പം ആയുധങ്ങളൊക്കെ, ഇപ്പം അർമേനിയയ്ക്ക് ആയുധങ്ങൾ വിറ്റു, അതേപോലെ തന്നെ ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് വിൽക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും അവരുടെ എല്ലാം വലിയൊരു മാർക്കറ്റാണ്. അവർ നമ്മളെ തിന്ന് ജീവിച്ചിരുന്നവരാണ്. ആ മാർക്കറ്റ് സ്വന്തമായിട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റിലൂടെയൊക്കെ സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ അടുത്ത തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. തന്ത്രങ്ങൾ മെനയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ വളർച്ചയെ ഒന്ന് ഒബ്സ്ട്രക്റ്റ് ചെയ്തിടുക. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ ജാതി മത വർഗ സംഘടനകൾ തന്നെയാണ്. അതിലെ ഒന്ന് ഇപ്പം പറയുന്നത് ബംഗ്ലാദേശിനെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു തുറുപ്പ് ചീട്ട് മാത്രമായിപ്പോയി ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ബംഗ്ലാദേശിലെ കുറേ പിള്ളേരെ തെരുവിലിറക്കി അവിടെയുള്ള അവരുടെ വൻതോതിൽ വലിയൊരു വളർച്ചാ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തകിടം മറിച്ച് കളഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കൽ എപ്പോഴുണ്ടോ അപ്പോഴെല്ലാം ഡീപ് സ്റ്റേറ്റിൻ്റെ ശല്യവുമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു?
ഇപ്പം നമ്മളുടെ തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പം മണിപ്പൂരിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾ, കൂക്കി കലാപം, അതായത് കൂക്കികൾക്കിടയിലും മെയ്തി വിഭാഗത്തിനിടയിലും ഒരു അന്തസംഘർഷം ഉണ്ടാക്കി ഇന്ത്യക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവരുടെ വലിയൊരു ഇവർ ആദ്യം തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെയാണ്. അപ്പോൾ അവരോട് സംസാരിച്ചെന്നാണ് പറഞ്ഞത്, ഇവിടെയുള്ള കൂക്കികളെ എല്ലാം ഉൾപ്പെടുത്തി, അതായത് ബംഗ്ലാദേശിലെ കൂക്കി, ഇന്ത്യയിലെ കൂക്കി, അതേപോലെ തന്നെ ബർമയിലെ കൂക്കികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കൂക്കി രാജ്യം അവർക്ക് സ്ഥാപിക്കണം. അവർക്ക് സ്ഥാപിച്ചിട്ട് അവരോട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കണം. നാളെ അത് അവരുടെ ഒരു ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. എത്ര രഹസ്യമായിട്ടാണ് അവർ ഷേഖ് ഹസീനയുമായിട്ട് ആ കാര്യം ചർച്ച ചെയ്തതെന്ന് ഓർക്കണം. ഈ ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബൈഡനും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഉലച്ചിലുണ്ടായത് തന്നെ. അതിനുശേഷമാണ് ഇന്ത്യ റഷ്യയുമായിട്ട് കൂടുതൽ, അതായത് വലിയ റഷ്യയുമായിട്ടൊക്കെ ഒരു അകലം പാലിച്ച് നിന്നുകൊണ്ടിരുന്നതാണ് ഇന്ത്യ. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലവിൽ വന്നപ്പോഴത്തേക്കാണ് ഇന്ത്യ റഷ്യയുമായിട്ട് കുറച്ചുകൂടെ അടുപ്പം, അതായത് പണ്ട് തൊട്ടേ നമ്മളെ ചതിക്കാത്ത ഒരു മിത്രമാണ് റഷ്യ. അതുകൊണ്ടാണ് റഷ്യയോട് കുറച്ചുകൂടെ അടുപ്പം കാണിക്കാനായിട്ട് ഇന്ത്യ തയ്യാറായത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, അതായത് ഡീപ് സ്റ്റേറ്റ് ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കൂക്കികൾക്ക് വേണ്ടി ഒരു രാജ്യമുണ്ടാക്കണം, അതേപോലെ തന്നെ ബംഗ്ലാദേശി സംഘർഷം ഉണ്ടാക്കണം, ഇന്ത്യയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ അമേരിക്കയും ഡീപ് സ്റ്റേറ്റ് മാത്രമല്ല, അമേരിക്കയുടെ കൂടെ തന്നെ അമേരിക്ക എന്നുള്ളതല്ല, ഡെമോക്രാറ്റിക് പക്ഷക്കാരുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ട്രംപ് തികച്ചും വിരുദ്ധനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ട്രംപിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ട്രംപ് അധികാരത്തിലിരിക്കുമ്പോഴും ഡീപ് സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോലും ഇവർ കൈക്കലാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഒരു ഇന്ത്യൻ വംശജൻ, അത് കാശ്യപ് പട്ടേൽ എന്ന് പറയുന്ന ആളെയാണ് FBI തലവനായിട്ട് ഇപ്പം നിയമിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്കറിയാം, ട്രംപ് വരുന്നിടം വരെയെങ്കിലും നമുക്കൊരു സമാധാനം കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ, എനിക്ക് തോന്നുന്നത് ട്രംപ് വരുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ജനുവരിയിൽ ട്രംപ് അധികാരത്തിലെത്തും. അപ്പോഴത്തേക്കും ഇങ്ങനെ ഇന്ത്യക്കെതിരെയും പല രാജ്യങ്ങൾക്കെതിരെയും നടത്തുന്ന അമേരിക്കയുടെ ഒളിയുദ്ധങ്ങൾക്ക് കുറച്ചൊക്കെ അറുതി വരും എന്ന് ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. ട്രംപിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റേതായിട്ടുള്ള വീക്ഷണങ്ങൾ, അമേരിക്കയുടേതായിട്ടുള്ള ദേശീയ താല്പര്യങ്ങൾ, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഇന്ത്യക്ക് ശല്യമൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം. അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ പറഞ്ഞു, അതായത് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരാളെ പ്രതിഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം തന്നെ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുക, ഈ രാജ്യത്തെ സൃഷ്ടിക്കുക തുടങ്ങിയുള്ള അമേരിക്കയുടെ ഐഡിയോളജി തന്നെയാണ്. അതായത് പിന്നെ ഇന്ത്യയുടെ വളർച്ചയെ തടയിടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അമേരിക്ക, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ചൈന നിരവധി കപ്പലുകളാണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 62 കപ്പലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നേവൽ യുദ്ധക്കപ്പലുകൾ. അതേപോലെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർവാഹിനികൾ, ആണവ അന്തർവാഹിനികൾ, ഇതൊക്കെ ചൈന ശരിക്കും പാകിസ്ഥാൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഇതൊന്നും തന്നെ പാകിസ്ഥാൻ നിർമ്മിക്കുന്നതല്ല, പാകിസ്ഥാൻ പണം മുടക്കുന്നതല്ല, ജസ്റ്റ് പാകിസ്ഥാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യൻ കമ്പനികളുടെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് വരുന്ന മാതിരി പാകിസ്ഥാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കടലിലിറക്കും. ആവശ്യമുള്ളപ്പോൾ ചൈനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി ചൈനയെ അവരുടെ ഒരു ഇടത്താവളമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനയല്ല, പാകിസ്ഥാനെ ഒരു ഇടത്താവളമാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അതായത് ഡീപ് സ്റ്റേറ്റും ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മുടെ നയതന്ത്രജ്ഞന്മാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ എടുത്തു ചാടി യുദ്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളിലോട്ടോ ഇന്ത്യ പോകാത്തതിൻ്റെ തന്നെ കാര്യം.
ഇപ്പം നമ്മൾ പലരും മെസ്സേജുകളൊക്കെ പറയുന്ന കേൾക്കാം, ചിറ്റഗോങ് ആക്രമിച്ച് ചിറ്റഗോങ് കീഴടക്കി കഴിഞ്ഞാൽ നമുക്ക് ത്രിപുരയ്ക്കും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിനുമിടയിൽ നമുക്കൊരു തുറമുഖം കിട്ടില്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്ത്യ എങ്ങാനും ആക്രമിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കില്ല, ഇന്ത്യ തിരിച്ച് പ്രതിരോധിക്കേണ്ടി വരുന്നത് ബംഗ്ലാദേശിനെ ആയിരിക്കില്ല, ബംഗ്ലാദേശ് ആയിരിക്കും യുദ്ധമുഖത്ത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് കാണും, ചൈന കാണും, പാകിസ്ഥാൻ കാണും. ഇപ്പം നമ്മൾ കാണുന്നില്ലേ റഷ്യയുടെ ആക്രമണത്തിനകത്ത് ഒരു സൈഡ് റഷ്യയാണ്, ബാക്കി മുഴുവൻ എന്താണ് ഉക്രൈനൊന്നുമല്ല ആയുധങ്ങൾ. ഉക്രൈൻ്റെ ആയുധങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് നാറ്റോയാണ്, നാറ്റോ രാജ്യങ്ങളാണ്. നാറ്റോ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളുമാണ് അവിടെയുള്ള സകല പൈസ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ബാക്കി എല്ലാ ബോംബുകൾ സപ്ലൈ ചെയ്യുന്നത് എല്ലാം. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ആക്രമണത്തിന് തന്നെ ഇന്ത്യക്ക് ആക്രമണത്തിനും വേണ്ടി മാത്രമേ സമയം കാണുകയുള്ളൂ. ഇത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പാണെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഈ സന്തുലിതാവസ്ഥ നശിപ്പിച്ച് ഇന്ത്യയെ കൂടുതൽ ഒരു ഡിഫൻസിലോട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു പ്രതിരോധത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശൈലിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഇസ്കോൺ എന്ന് പറയുന്ന എന്താ പറയുന്നത് ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നു, അവിടെയുള്ള ക്ഷേത്രങ്ങൾ തകർക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇത് തകർക്കുന്നു, ഇങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒത്തിരിയും എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. മറ്റുള്ള ആരും അപലപിക്കുന്ന പോലും നമ്മൾ കേട്ടില്ല. ഇന്ത്യക്കാർ മാത്രം ഇങ്ങനെ പറയുന്നു, സംസാരിക്കുന്നു. നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. ഒരു രാജ്യവും നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ്. നമ്മളെ ആപത്തിൽ സഹായിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് റഷ്യ പണ്ടൊരു യുദ്ധത്തിൽ 1971 65 ഒക്കെ യുദ്ധത്തിൽ റഷ്യ സഹായിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തരെന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് എല്ലാ നമ്മളെന്ന് പറയുന്നത് എന്താ പറയുന്നത് മതത്തിൻ്റെയും വർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകക്രമമാണ് ഇപ്പോൾ. ഇന്ത്യ എല്ലാ കാലത്തും ഒറ്റയ്ക്കാണ്. ഇന്ത്യ ഒന്നും സഹായിക്കാനും ആരും കാണില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പം എന്താ പറയുന്നത് ഹരകൃഷ്ണ പ്രസ്ഥാനം അല്ല, ഇപ്പം നമ്മൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അതിയായി ആക്രമിക്കപ്പെടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മൈനോറിറ്റീസ്, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, അങ്ങനെയുള്ള പല വിഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അത് അവർക്കൂടെ ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. അല്ലാതെ അവിടെ കിടന്ന് നരകിച്ച് അവർ ചത്തുപോകട്ടെ എന്ന് വിചാരിക്കില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താങ്ങുന്നതിനും അപ്പുറമാണ്. ഒന്നാമത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ 150 കോടി ജനമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും താങ്ങാവുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ഇപ്പോഴത്തെ സമകാലിക വിഷയങ്ങളിൽ, അതായത് നമ്മുടെ സമകാലികമായിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയെ പുറത്തു നിന്നും ഒത്തിരി പേർ നിരവധി കാര്യങ്ങളിലൂടെ ഇന്ത്യയെ ട്രാപ്പിലാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളെയൊക്കെ അതിജീവിക്ക് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതേപോലെ നമ്മുടെ ആർമി എന്ന് പറയുന്നത് സർവ്വസജ്ജരാണ്. അത് സർവ്വസജ്ജരാണെന്നുപരി വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർമി ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു രാജ്യത്തിന് മുന്നിലും നമ്മൾ മുട്ടുമടക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് മുട്ടുമടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എന്താ പറയുന്നത് നമ്മളുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം എന്താ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ വൻ വിജയമാണെന്നാണ് പറയുന്നത്. നമ്മളുടെ പല മേഖലയിലും നമുക്ക് ചൈനയെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒക്കെ തന്നെ. പക്ഷേ മറ്റു പല മേഖലകളിലും ഇന്ത്യ വലിയൊരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഇലക്ട്രിക് കാറുകൾ, അതേപോലെ തന്നെ നമ്മുടെ മോട്ടോർ ബൈക്കുകൾ, അതേപോലെ ബാക്കി വിലക്കുറഞ്ഞ കാറുകൾ, അതേപോലെ 3 വീലേഴ്സ്, അതേപോലെ ആയുധങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ പിനാക്ക പോലുള്ള മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. പല രാജ്യങ്ങളും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ പല രാജ്യങ്ങൾക്കും സഹിക്കുന്നില്ല. ഇന്ത്യയുടെ വളർച്ച എങ്ങനെയെങ്കിലും മുരടിപ്പിച്ചിടുക, അവരുടെ സാധനങ്ങൾ വിറ്റ് തീർക്കാനായിട്ടുള്ള ഒരു മാർക്കറ്റായി ഇന്ത്യയെ വളർത്താൻ വേണ്ടിയിട്ടാണ്
ഇന്ത്യയെ എന്നും തളർത്തിയിടാൻ ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്നത്തെ ഇന്ത്യയിലെ ആനുകാലിക സംഭവങ്ങളിലൂടെ നമ്മൾ പോയ ഒരു ആനുകാലിക വിഷയത്തിലെ ഒരു അവതരണമാണ് ഇന്ന് കഴിഞ്ഞത്. നന്ദി.